الحمد لله حمدا كثيرا يملأ الميزان الذي خلق الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله شهادة ترسلنا إلى دار النعيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نجعل له عينين ولسانا وشفتين وهديناهم النجدين صدق الله مولانا العلي العظيم وصدق وبلغ ورسوله النبي الكريم عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إذا عطس أحدكم فليقل الحمد لله فليقل أخاه صاحب يرحمك الله صدق رسوله النبي المصطفى الأمين صلى الله على النبي وسلم دأبا كما أبدى وشادا وألما عداد كل مكونات كلما حج اللتيك وزمزما وحكيما صلوا عليه وسلموا تسليما സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. മിസ്ബാഹുൽ ഹുദാ ജുമാ മസ്ജിദിന്റെ 33ാമത് മദ്രസ വാർഷികവും മതവിജ്ഞാന സദസ്സുമായി ബന്ധപ്പെട്ട് ഈ വിശുദ്ധമായ പ്രഭാഷണ വേദിയുടെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്ന ബഹുമാനീയനായ ജമാഅത്ത് പ്രസിഡന്റും കാഞ്ഞിരപ്പള്ളി മേഖലയുടെ സുപ്രധാനമായ പദവികളിൽ ഇരിക്കുന്ന ബഹുമാന്യനായ ഹബീബ് മൗലവി അവറുകൾ, ഈ ജുമാ മസ്ജിദിന്റെ കർമ്മനിരതനായ ഇമാം ജനാബ് എം എച്ച് താഹ മൗലവി അൽ ബാക്കവി അവറുകൾ,
അസിസ്റ്റന്റ് ഇമാം ഷമ്മാസ് മൗലവി അൽഹാദി അവറുകൾ, മറ്റ് ഈ ജമാഅത്തിന്റെ ഭാരവാഹികൾ, ഈ മതവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സംഘാടകർ, എന്റെ ശബ്ദം ശ്രവിക്കാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മപെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനും സർവാധിപതിയും സർവസൃഷ്ടി സംഹാരകർത്താവുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ശ്രീനിപുരത്തിന്റെ മണ്ണിൽ ഇതുപോലൊരു സദസ്സ് എന്തുകൊണ്ടും സുന്ദരവും അനുഗ്രഹീതവുമായ ഒരു പ്രഭാഷണ വേദി തന്നെയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വിരിച്ചിരിക്കുന്ന മൈതാനത്ത് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം മറ്റൊന്നുമില്ല. അള്ളാഹു ഒരു മുതൽക്കൂട്ടാക്കി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കിവിടെ പറയാൻ തന്നിരിക്കുന്ന വിഷയം മനുഷ്യ ശരീരം മഹാത്ഭുതവുമായി ബന്ധപ്പെട്ട് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്ത് മനുഷ്യനായി പിറന്നു വീഴാൻ നമുക്ക് അനുഗ്രഹമായി നൽകിയെങ്കിൽ നാം ഒന്ന് ചിന്തിക്കേണ്ടതും നമ്മെ ഒന്ന് ആലോചിക്കേണ്ടതും എന്തിനാണ് അല്ലാഹു നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. സുപ്രധാനമായ ഒരു കഥ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യവും ആന്തരികവുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പടച്ച തമ്പുരാൻ ചെയ്ത അനുഗ്രഹത്തിന് എത്ര നന്ദി രേഖപ്പെടുത്തിയാലും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തലിന് യാതൊരുവിധ അതിർവരമ്പുകളും ഇല്ലാത്ത ഒരുപാട് അറ്റനേകം അനുഗ്രഹങ്ങളാണ് ഈ ഭൂമി ലോകത്ത് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, സ്വർഗത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനുമായി സംസാരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനോട് പറയുകയുണ്ടായി, എന്റെ അനുഗ്രഹത്തോടും എന്റെ കരുണയോടും കൂടി നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ആ മനുഷ്യൻ പടച്ച തമ്പുരാനോട് തർക്കിക്കുകയാണ്, അല്ലാഹുവേ, ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം കാരണമായി എന്നെ സ്വർഗത്തിൽ കടത്തിയാ മതി തമ്പുരാനെ. നിന്റെ അനുഗ്രഹത്തോടുകൂടി എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമി ലോകത്ത് ധാരാളം നന്മകളും ഇബാദത്തുകളും ഞാൻ ചെയ്തു, അതിന്റെ ഫലമായി എനിക്ക് സ്വർഗം തന്നാ മതി, നിന്റെ ഓശാരം എനിക്ക് വേണ്ട. ദൈവം തമ്പുരാനോട് പടച്ച തമ്പുരാനോ തർക്കിച്ചുകൊണ്ട് ആ മനുഷ്യൻ പടച്ച തമ്പുരാന്റെ മുന്നിൽ നിൽക്കുമ്പോ ഈ ലോക സൃഷ്ടിച്ചവനായ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മലക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, മലക്കി ഒരു ത്രാസ് കൊണ്ടുവാ. ഈ തർക്കിക്കുന്ന മനുഷ്യന്റെ അമലുകൾ നമുക്കൊന്ന് തൂക്കി നോക്കാം. ത്രാസ് എടുത്ത ആ മനുഷ്യന്റെ അമലുകൾ തൂക്കി നോക്കിയപ്പോ ത്രാസിന്റെ ഭാരം കനമുള്ളതായി. ത്രാസ് കനമുള്ളതായി അദ്ദേഹത്തിന്റെ അമലുകൾ ഇങ്ങനെ താപ്പോട്ട് താഴ്ന്നു പോവുകയാണ്. അപ്പൊ അത്രത്തോളം സൽക്കർമ്മങ്ങൾ ഈ മനുഷ്യർ ചെയ്യുകയുണ്ടായി. അങ്ങനെ പടച്ച തമ്പുരാൻ ഈ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി, പടച്ച തമ്പുരാന്റെ അനുഗ്രഹം ധാരാളമാണ് ഒരു മനുഷ്യനിൽ ചെയ്തിരിക്കുന്നതെന്ന ചിന്ത ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യന്റെ ഒരു കണ്ണെടുത്തുകൊണ്ട് ഒരു ത്രാസിൽ വെക്കുകയും മറ്റേ ത്രാസിൽ ആ മനുഷ്യന്റെ അമലുകൾ വെക്കുകയും ചെയ്തപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ആ മനുഷ്യന്റെ അമലുകൾ വെച്ച ത്രാസ് ഒരു ഭാഗത്തേക്ക് പൊന്തി നിൽക്കുകയും ഈ മനുഷ്യന്റെ കണ്ണെടുത്തിട്ട് ഒരു ത്രാസിൽ വെച്ചപ്പോ ആ കണ്ണ് വെച്ച ത്രാസിന്റെ ഭാഗം താഴേക്ക് ഭാരം കൊണ്ട് താണു പോകുകയും ചെയ്തു. എന്തിന്റെ പേരിലാ? അള്ളാഹു ഭൂമി ലോകത്ത് ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്ന കൊടാനുകോടി അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒറ്റ ഒരു അനുഗ്രഹമാണ് ഈ കണ്ണ്. ആ കണ്ണിന്റെ ഭാഗം ത്രാസ് ഭാരം കൊണ്ട് താണുപോയി എങ്കിൽ ഈ മനുഷ്യനു മനസ്സിലായി, അള്ളാഹു പറയുകയാണ്, നിന്റെ അമലുകൾ കൊണ്ടാണോ നീ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്? എങ്കിൽ നിനക്ക് ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഒറ്റ അനുഗ്രഹമായ ആ കണ്ണ് കാരണമായി പൊന്നുമോനെ നീ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നോക്കിയാൽ കഴിയില്ല. നിന്റെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ നീ പ്രതീക്ഷിച്ചാൽ നീ പ്രതീക്ഷിക്കേണ്ട. മറിച്ച് എന്റെ ഔദാര്യത്തോടുകൂടി ഞാൻ നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിരിക്കുന്ന നയനമനോഹരമായ രണ്ട് കണ്ണുകൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനു മനസ്സിലായി അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. പടച്ച തമ്പുരാന്റെ പൊരുത്തവും കരുണയുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് സ്വർഗം പ്രാപിക്കാൻ കഴിയൂവെന്ന് അള്ളാഹുമായി തർക്കിച്ച ആ മനുഷ്യനു മനസ്സിലായി.
കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹം, ധാരാളം അനുഗ്രഹം കൊടുത്തപ്പോൾ ഒറ്റ അനുഗ്രഹമായ ആ കണ്ണിന്റെ പേരിൽ അവന്റെ ത്രാസ് ബാണുപോയി എങ്കിൽ, അമൽ ചെയ്ത ത്രാസ് പൊങ്ങിപ്പോയി എങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമല്ലയോ നമ്മുടെ ഈ കണ്ണുകൾ? ഇതൊരു ചിന്തയുടെ സദസ്സായി മാറണം. വ്യത്യസ്തമായ ശൈലിയിൽ നിന്ന് നമുക്കൊരു ചിന്തയുടെ എന്തൊക്കെ ദീനിയായ ചൈതന്യം നമുക്ക് ഇവിടെ നിന്ന് ഈ ശ്രീനിപുരം മിസ്ബാഹുൽ ഹുദ അങ്കണത്തിൽ നിന്നും പിരിയുമ്പോ എന്തൊക്കെ നന്മകൾ നമുക്ക് കിട്ടി, എന്തൊക്കെ അമലുകൾ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ഈ ശരീരത്തിൽ പടച്ചതമ്പുരാൻ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി ഒരു ചിന്തയുടെ സദസ്സായി നാം മാറണം. അതിന് പടച്ചതമ്പുരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ എന്റെ അനുഗ്രഹത്തോടുകൂടി സ്വർഗത്തിൽ പോകാൻ അള്ളാഹു അനുഗ്രഹം നൽകിയെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമായി കണ്ണ്. എത്ര പടച്ചതമ്പുരാനോട് നന്ദി രേഖപ്പെടുത്തിയാലും യാതൊരു അതിർവരമ്പുകളുമില്ല. അള്ളാഹ് പറഞ്ഞതെന്താ? എന്റെ അമലുകൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ അതിന് എണ്ണിപ്പിട്ടപ്പെടുത്താൻ സാധിക്കാത്ത കോടാനുകോടി അനുഗ്രഹങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്ത് മനുഷ്യനായി നമുക്ക് നൽകിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ എന്റെ പ്രിയപ്പെട്ടവർ ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ അഹങ്കരിച്ചുകൊണ്ട് വിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബഹുമാന്യനായ ഖലീഫ അബൂ ജഅഫറുൽ മൻസൂരി തന്റെ ഭാര്യയുടെ മടിത്തട്ടിൽ തലചായിച്ചു കിടക്കുമ്പോ ആകാശ നീലിമയിലെ ചന്ദ്രനെ കണ്ടിട്ട് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്ന ഖലീഫ അബൂ ജഅഫറുൽ മൻസൂരി ആകാശലോകത്ത് ചന്ദ്രന്റെ സൗന്ദര്യം നോക്കിയിട്ട് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ ചന്ദ്രൻ നിന്റെ അത്ര സൗന്ദര്യം, നിന്നേക്കാൾ സൗന്ദര്യം ഈ ചന്ദ്രൻ ഉള്ളതിന്റെ പേരിൽ നിന്നെ ഞാൻ 3 തലാഖ് ചൊല്ലുകയാണ് എന്ന് ഖലീഫ അബൂ ജഅഫർ മൻസൂരി തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്. പെട്ടെന്നാണ് ആ ഭാര്യ പറഞ്ഞത്, എന്താ താങ്കൾ എന്തു പറ്റി? ഒരു മനുഷ്യൻ ഒരു ചന്ദ്രനേക്കാൾ സൗന്ദര്യം കൂടുതലോ? 14-ാം രാവിന്റെ നിലാവെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്ന ചന്ദ്രനേക്കാൾ സൗന്ദര്യമില്ലല്ലോ. താങ്കൾ പറഞ്ഞ 3 തലാഖ് സംഭവിച്ചിരിക്കുകയാണ്. ഖലീഫയ്ക്ക് വല്ലാത്ത പ്രയാസമായി. അന്നത്തെ ചക്രവർത്തിയായ ഖലീഫ ഹാറൂൻ റഷീദ് ചക്രവർത്തിയൊരിക്കൽ കാര്യം പറഞ്ഞു. മഹാനവറുകൾ അവിടുത്തെ പണ്ഡിത പടുക്കളെ വിളിച്ചിട്ട് കാര്യം വിശദീകരിക്കുകയാണ്. മഹാനവറുകൾ ചോദിച്ചു, ചന്ദ്രനാണോ സൗന്ദര്യം കൂടുതൽ, അല്ല മനുഷ്യനാണോ സൗന്ദര്യം കൂടുതൽ? ധാരാളം പണ്ഡിത പടുക്കൾ പറഞ്ഞു, ചന്ദ്രനാണ് സൗന്ദര്യം കൂടുതൽ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ സദസ്സിൽ നിന്ന് അതാ ഒരു പണ്ഡിതൻ വിളിച്ചു പറയുകയാ, ചന്ദ്രനല്ല സൗന്ദര്യം കൂടുതൽ, മനുഷ്യനാണ് സൗന്ദര്യം കൂടുതൽ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പണ്ഡിതന്മാർ ചോദിച്ചു, ആരാണ് താങ്കളുടെ അടുക്കൽ മനുഷ്യനാണ് സൗന്ദര്യം കൂടുതൽ എന്ന് പറഞ്ഞത്? ആ പണ്ഡിതൻ അതാ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അത്തിമരത്തെ തന്നെയാണ് സത്യം, തൂരി സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം, വിശുദ്ധമായി മക്കാ നാടിനെ തന്നെയാണ് സത്യം. അള്ളാഹു പറഞ്ഞതാ, ലോകത്ത് ഏറ്റവും സുന്ദരമായ രൂപത്തിൽ മനുഷ്യനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ശ്രീനിപുരത്തെ എന്റെ ഉമ്മപെങ്ങന്മാരെ, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി നാം ആലോചിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ സൗന്ദര്യം ലോകത്തെ ഏറ്റവും നല്ല വർണ്ണാതീതമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നപ്പോ 14-ാം രാവിന്റെ പൂർണ്ണനിലാവിയേക്കാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൗന്ദര്യം തന്നപ്പോ ഇതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റതുണ്ടോ? ഇതിനേക്കാൾ വലിയ സുന്ദരമായ അനുഗ്രഹം വല്ലതുമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം സുന്ദരമായ നയന മനോഹരമായ മനോഹാരിതയുള്ള കണ്ണല്ലാഹു നമുക്ക് തന്നില്ലയോ? അതല്ലേ അല്ല പറഞ്ഞത്, ഏ മനുഷ്യ, നീ പറയാൻ പറ്റിയ, നീ ഒരു മനുഷ്യനായിരുന്നില്ല, നീ ഒരു പറയാൻ പറ്റിയ വസ്തുവായിരുന്നില്ല. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹ് പറയുകയാണ്, നീ ഒന്നുമല്ലാതിരുന്ന നിന്നെ ഞാനാ സൃഷ്ടിച്ചത്, ഒട്ടിപ്പിടിക്കുന്ന ബീജത്തുള്ളിയിൽ നിന്നും നിന്നെ ഞാനാ സൃഷ്ടിച്ചത്.
എന്തിനു വേണ്ടിയാണ്? നിന്നെ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയാ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫജഅൽനാഹു സമീഅൻ ബസീറാ, നിനക്ക് ഞാൻ കാഴ്ച ശക്തിയും കേൾവി ശക്തിയും തന്നില്ലയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിന്നെ ഞാനല്ലേ സൃഷ്ടിച്ചത്? ഒരു മനുഷ്യന്റെ സൗന്ദര്യം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ സൗന്ദര്യത്തിന്റെ ഒത്ത മധ്യത്തിലായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിരിക്കുന്ന ആ കണ്ണെന്ന അനുഗ്രഹം അല്ലാഹു പറയുകയാണ്, മനുഷ്യ, നീ ഒന്നുമല്ലാതിരുന്ന നിന്നെ ഞാനല്ലയോ സൃഷ്ടിച്ചത്? ഒട്ടിപ്പിടിക്കുന്ന ഒരു ബീജത്തുള്ളിയിൽ നിന്നും ഈ ഭൂമി ലോകത്തൊരു മനുഷ്യനായി പിറന്നു വീഴാൻ, ഒരു മനുഷ്യനായി പരിണമിക്കാൻ, മറ്റ് ഇഴജന്തുക്കളിൽ നിന്നും നിന്നെ ഞാനല്ലയോ ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടുത്തിയത്? എന്തിനാ? അല്ലാഹ് പറയുകയാണ്, നിന്നെ ഞാൻ പരീക്ഷിച്ച് നീ നന്നായി അമലുകൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു സൽക്കർമ്മം നാം ഒന്ന് ആലോചിക്കണം. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ പറ്റി, ഭൂമിയിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വസ്തുവായി അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചപ്പോ എന്തിനു വേണ്ടിയാ നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടി അല്ലാഹു നമുക്ക് കണ്ണു തന്ന് സംവിധാനിച്ചിരിക്കുന്നത്? തലയോട്ടിയുടെ മുൻഭാഗത്ത് നെറ്റിക്ക് തൊട്ടു താഴെയായി മൂക്കിന് ഇരുവശത്തുമുള്ള 2 ഗുഹകളിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കണ്ണിനെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. ഏകദേശം 2.5 സെന്റിമീറ്റർ അല്ലാഹു നമ്മുടെ കണ്ണുകൾക്കുള്ള വ്യാസം സമ്മാനിച്ചപ്പോ 2.6 സെന്റിമീറ്റർ അല്ലാഹു നൽകിയില്ല, 2.3 സെന്റിമീറ്റർ നൽകിയില്ല. മറിച്ച് മുഖത്തിന്റെ ഒത്ത മധ്യത്തിലായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചിരിക്കുന്ന 2.5 സെന്റിമീറ്റർ എന്ന സുന്ദരമായ വ്യാസത്തിൽ അല്ലാഹു നമ്മുടെ കണ്ണിനെ അനുഗ്രഹിച്ചിരിക്കുകയാ. ഒരാനയുടെ വലുപ്പമാക്കിയില്ല, ഒരു ഉറുമ്പിന്റെ ആകൃതിയിൽ അല്ലാഹു നമ്മുടെ കണ്ണിനെ സംവിധാനിച്ചില്ല. ഇവിടെ നാം ആലോചിക്കേണ്ടത്, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. എന്റെ ഉമ്മമാരെ, എത്രയോ കാഴ്ചയില്ലാത്ത, എത്രയോ വികലാംഗരായ ആളുകൾ ഈ ഭൂമി ലോകത്തുള്ള കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ കഴിയാതെ, പുറംലോകത്തുള്ള കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ട് തലച്ചോറിലേക്ക് അയച്ചുവിടാനുള്ള കാഴ്ചകൾ നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ഈ ഭൂമി ലോകത്തുണ്ട്. ഇവിടെ നാം ആലോചിക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സലാത്തു പറയിൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ദുനിയാവിന്റെ വിഷയത്തിൽ നീ നിന്റെ താഴെയുള്ളവരെ നോക്കുക, ആഖിറത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ നിന്റെ മുകളിലുള്ളവരെ നീ നോക്കുക. എത്രയോ വികലാംഗരായ ആളുകൾ കാഴ്ച പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അംഗവൈകല്യങ്ങളായി കഴിഞ്ഞുകൂടുന്ന, ഒരു ഭാഗത്ത് കൈയില്ലാത്ത ആളുകൾ, ഇടം കൈ നഷ്ടപ്പെട്ട ആളുകൾ, വലത് കാല് നഷ്ടപ്പെട്ട ആളുകൾ, കേൾവി ശക്തിയില്ലാത്ത ആളുകൾ, കാഴ്ച ശക്തിയില്ലാത്ത ആളുകൾ, മൂക്കില്ലാത്ത ആളുകൾ, മുടിയില്ലാത്ത ആളുകൾ, സൗന്ദര്യമില്ലാത്ത ആളുകൾ, ചർമ്മം വ്യത്യസ്തമായ കളറിലുള്ള ആളുകൾ, എത്രയോ അംഗവൈകല്യങ്ങളുള്ള വികലാംഗരായ ആളുകൾ ഈ ഭൂമി ലോകത്ത് അല്ലാഹു സംവിധാനിച്ചെങ്കിൽ, ഇവിടെ നാം ആലോചിക്കേണ്ടത്, സ്വന്തമായ ജീവിതത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടുന്ന വികലാംഗരായ ആളുകൾക്ക് പല സംവിധാനങ്ങളും ചെയ്തുകൊണ്ട് അവർക്ക് ജീവിതത്തിന്റെ മേഖലകൾ പടുത്തുയർത്താനുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ ഗവൺമെന്റുകൾ ചെയ്തു കൊടുക്കുമ്പോ, ജീവിതത്തിന്റെ മുൻകൂട്ടിയുള്ള പടച്ചതമ്പുരാന്റെ തീരുമാന പ്രകാരം അംഗവൈകല്യമുള്ളവരായി ജീവിതത്തിന്റെ 4 അറയ്ക്കുള്ളിൽ തളച്ചിടേണ്ടി വന്ന എത്രയോ പട്ടിണി പാപങ്ങൾ, ഈ ഭൂമി ലോകത്തിന്റെ കാഴ്ച തിരിച്ചറിയാൻ കഴിയാതെ, ഈ എരുമേലിയുടെ സുന്ദരമായ ശ്രീനിപുരത്തിന്റെ സുന്ദരമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനനിലുള്ള പച്ചപ്പ് കാണാൻ ഭാഗ്യം കിട്ടാത്ത എത്രയോ ആളുകൾ ഈ ഭൂമി ലോകത്തുണ്ട് എങ്കിൽ, ജനിച്ചു വീഴുന്ന മക്കള് പോലും കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് പിതാവിനെ ഒന്ന് കാണാൻ, സ്വന്തം ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞ പാല് കുടിക്കുമ്പോൾ ഉമ്മയുടെ മുഖം ഒന്ന് കാണാൻ ഭാഗ്യം കിട്ടാത്ത എത്രയോ മക്കൾ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു കാഴ്ചശക്തി കൊടുക്കുമാറാകട്ടെ. ഇവിടെ നാം ആലോചിക്കേണ്ടത്, ഇതിനെല്ലാം വ്യത്യസ്തമായി പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചില്ലയോ? ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്, എത്രയോ ആളുകൾ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും വികലാംഗരായി ജീവിതം ഒരു പ്രാരാബ്ധമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ തളർത്താൻ ഇന്നത്തെ ലോകം തയ്യാറാകുന്നില്ല. സന്ദേഹം വേണ്ട, പരനുപകാരത്തിനാകാത്തതെങ്കിൽ കിന്ദേഹം കൊണ്ടൊരു ഫലമിഹ പ്രാണിനാം ക്ഷോണി തന്നിൽ എന്നൊരു കവി പാടുകയാ. അംഗവൈകല്യം കൊണ്ട്, ശാരീരികമായ തളർച്ച കൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയല്ലോ.
എന്റെ ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാനൊരു വികലാംഗനായല്ലോ, എന്റെ സൗന്ദര്യം പോയല്ലോ, എന്നെ ആർക്കും വേണ്ടല്ലോ, അങ്ങനെ ഒരു സന്ദേഹം, അങ്ങനെ ഒരു പരിഭവം വേണ്ട എന്ന് കവി പാടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, സ്വന്തം കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ സൗരഭ്യം ആസ്വദിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈ കണ്ണുകൾ തന്നുവെങ്കിൽ നാം ആലോചിക്കേണ്ടത്, അല്ലാഹു നമ്മുടെ തലച്ചോറിന്റെ ഭാഗത്ത് നേത്രനാടികൾ അല്ലാഹു സംവിധാനിച്ചപ്പോ ഭൂമിയുടെ കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ട് തലച്ചോറിലേക്ക് കടത്തിവിടാൻ നമ്മുടെ കണ്ണുകൾക്ക് അല്ലാഹു ഭാഗ്യം തന്നുവെങ്കിൽ ഉള്ളിൽ സ്ഫടിക തുല്യമായ ദ്രാവകങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരമായ കണ്ണുകൾ, ഇത് ആലോചിക്കണം. ഇതിന് എന്താണ് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമെന്ന്. അസാധാരണ ക്യാമറകൾ എന്നാണ് ശാസ്ത്രലോകം നമ്മുടെ കണ്ണുകളെ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു പാഠത്തിന്റെ, ഒരു പഠനത്തിന്റെ സദസ്സായി അള്ളാഹു സ്വീകരിക്കട്ടെ. അസാധാരണമായ ക്യാമറ ഭൂമി ലോകത്തുള്ള കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ട് പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ഇവിടെ നാം ഒന്ന് ആലോചിക്കേണ്ടത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് കണ്ണുനീർ തുള്ളികൾ. ഒരു മനുഷ്യന്റെ നയനമനോഹരമായ കണ്ണിനെ തണുപ്പിച്ചു നിർത്താൻ കണ്ണുനീർ തുള്ളികൾ എന്ന അനുഗ്രഹം അല്ലാഹു തന്നുവെങ്കിൽ ഈ അനുഗ്രഹം കിട്ടാത്ത എത്രയോ ആളുകൾ ഈ ഭൂമി ലോകത്തുണ്ടാകും. കരച്ചില് വരാത്ത, ഒരു നേരത്തെ കണ്ണീരില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാണെന്ന് പറയാൻ കഴിയുമോ? കരുണയുള്ള ഹൃദയത്തിലെ കരച്ചിൽ വരൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കണ്ണുനീർ ഗ്രന്ഥിയും മറ്റ് അനേകം ഗ്രന്ഥികളും അള്ളാഹു തന്നിരിക്കുന്നു. എന്തിന്റെ പേരിലാ? ഈ കണ്ണാകുന്ന സുന്ദരമായ ഈ കണ്ണിന്, ഈ ഗോളത്തെ അള്ളാഹു നല്ല തണുപ്പിച്ച് സംവിധാനിച്ച് നിർത്തുകയാണ്. കാരണം ഇതിന് വല്ലാത്ത ചൂട് അനുഭവപ്പെടുമ്പോ, വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുമ്പോ ഈ കണ്ണിന് കുളിർമയേകാൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന ആ അനുഗ്രഹങ്ങളായി നമ്മുടെ കണ്ണുനീർ തുള്ളികളായി നമ്മുടെ മുഖത്തിൽ കൂടി ഒഴുകി നടക്കുമ്പോ അള്ളാഹു എത്രയോ ഞരമ്പുകൾ വഴി, എത്രയോ റൂട്ടുകൾ വഴിയാണ് നമ്മുടെ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ മുഖത്തടത്തിൽ എത്തുന്നത് എങ്കിൽ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമല്ലയോ? 10 മില്ലിലിറ്റർ ജലം കൊണ്ട് തോരാത്ത മഴ പെയ്തു തീർക്കുന്ന സംവിധാനമാണ് ഈ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിരിക്കുന്ന അനുഗ്രഹം. അല്ലാഹു അതിനെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അല്ലാഹു നൽകിയിരിക്കുന്ന പഞ്ചേന്ദ്രിയ പരിജ്ഞാനങ്ങളിൽ മൂടിയുള്ള ഒരു അവയവമായി നമ്മുടെ കണ്ണിനെ അല്ലാഹു തന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പറ്റി ഒരു അല്പസമയം ചിന്തിക്കൽ 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പണ്ഡിത മഹത്തുക്കൾ പറഞ്ഞു തന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ കണ്ണിന്റെ മൂടികൾ, ഈ മൂടികളെ പറ്റി നാം ഒന്ന് ചിന്തിക്കണം. എത്രയോ വർഷങ്ങളായി, 30, 40, 50 വർഷമായി ഈ കണ്ണിന്റെ മൂടികൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോ ഇതിന്റെ സ്പെയർ പാർട്സുകൾക്ക് യാതൊരു കേടുപാടും സംഭവിക്കാതെ, യാതൊരുവിധ ബുദ്ധിമുട്ടുകളും സംഭവിക്കാതെ വർഷങ്ങളായി 90 വയസ്സായിട്ടും 100 വയസ്സായിട്ടും ഈ കണ്ണിന്റെ കൺപോളകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന മൂടികൾ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ്. ഇവിടെ നാം അള്ളാഹു ഈ നൽകിയിരിക്കുന്ന അനുഗ്രഹം 11 മില്ലിമീറ്ററായി അള്ളാഹു നമ്മുടെ ഈ കൺപോളകളെ സംവിധാനിച്ചപ്പോ 1 മിനിറ്റിൽ 6 മുതൽ 30 പ്രാവശ്യം വരെ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയുമുള്ള സംവിധാനം അള്ളാഹു തന്നിരിക്കുകയാണ്. ഇത്രത്തോളം അനുഗ്രഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കണ്ണിനെ സംരക്ഷിച്ചു നിർത്താൻ ഈ കൺപോളകൾക്ക് അല്ലാഹു മൂടി തന്നുവെങ്കിൽ എത്രത്തോളം വലിയ അനുഗ്രഹമാണ്. ഇത്രയും മൃദുലമായി കണ്ണുകളെ സംരക്ഷിച്ചു നിർത്താൻ പടച്ച തമ്പുരാൻ ചെയ്ത അനുഗ്രഹമാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അലം നജഅൽ ലഹു ഐനൈൻ, ഏ മനുഷ്യ നിനക്ക് ഞാൻ 2 കണ്ണുകൾ തന്നില്ലയോ? അല്ലാഹു സംവിധാനിച്ചിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് 2.5 സെന്റിമീറ്റർ സംവിധാനിച്ചിരിക്കുന്ന ഈ കണ്ണുകളാ. സൂറത്തുൽ ബലദിൽ കൂടി ലോകത്ത് ആദ്യമായി പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാ. അല്ലയോ മനുഷ്യരെ, അല്ലയോ മാനവരെ, നിനക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലയോ? അള്ളാന്റെ അനുഗ്രഹത്തെ പറ്റി പറയുകയാ. ആ കണ്ണിന് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമായി 2 മൂടികൾ തന്നില്ലയോ? അള്ളാഹു പറഞ്ഞതായി ആദരവായ പ്രവാചകൻ പറയുകയാ സല്ലല്ലാഹു അലൈഹി വസല്ലം,
അള്ളാന്റെ അനുഗ്രഹങ്ങളെ കാണാൻ നിനക്ക് ഞാൻ കണ്ണു തന്നിരിക്കുകയാ. ആ അനുഗ്രഹങ്ങളല്ലാത്ത ഹറാമുകൾ സംഭവിക്കുമ്പോ ആ കണ്ണിന്റെ മൂടി വെച്ച് അടച്ചു വെക്കാൻ ഞാൻ കണ്ണിന് മൂടി തന്നിരിക്കുകയാ. ഈ അനുഗ്രഹങ്ങൾക്ക് മനുഷ്യ നീ എത്ര നന്ദി രേഖപ്പെടുത്തിയാലും അത് തീരില്ല കേട്ടോ. ഈ കണ്ണും അതിന്റെ മൂടിയും നിനക്ക് ഞാൻ തന്നതെന്താ? എത്രയോ വർഷമായി അടയ്ക്കാനും തുറക്കാനുമുള്ള ഇത്രത്തോളം അനുഗ്രഹം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹം എത്രയാ! അതല്ലേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ, കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും സമമാകുമോ? കാഴ്ചയുള്ളവരും കാഴ്ചയില്ലാത്തവരും സമമാകുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹു നൽകിയിരിക്കുന്ന ഈ കണ്ണെന്ന അനുഗ്രഹമുണ്ടല്ലോ, അതൊരിക്കലും നിഷേധിച്ച് തള്ളാൻ കഴിയില്ല, അതൊരിക്കലും നിസാരമായി കാണാൻ കഴിയില്ല. ഈ കണ്ണുകൊണ്ട് പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്തെ പറ്റി നീ കണ്ടുകൊണ്ട് നീ ശ്രീനീപുരം ജുമാ മസ്ജിദിൽ സുജൂദ് ചെയ്യുന്നവനാകണമടാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതെന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിറ. ഈ ശ്രീനീപുരം മദ്രസ മഹാളിൽ തിങ്ങിക്കൂടിയ ഈ മദ്രസ പണിയാൻ വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന ഈ മൈതാനത്ത് നാം ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വിശുദ്ധമായ ഖുർആൻ ഓതിത്തരികയാ. ഒട്ടകത്തെ എങ്ങനെയാ തെറ്റിച്ചിരിക്കുന്നതെന്ന് അവരൊന്നും നോക്കുന്നില്ലേ? ഈ ആകാശത്തെ എങ്ങനെയാ സംവിധാനിച്ചിരിക്കുന്നതെന്ന് അവരൊന്ന് കാണുന്നില്ലേ? ഈ ഭൂമിയെ എങ്ങനെയാ പരത്തപ്പെട്ടിരിക്കുന്നതെന്ന് അവരൊന്നും നോക്കുന്നില്ലേ? ഈ പർവ്വത നിരകളെ എങ്ങനെയാ അല്ലാഹു ആണിയായി നിർത്തിയിരിക്കുന്നതെന്ന് നോക്കുന്നില്ലേ? അല്ലാഹു നൽകിയിരിക്കുന്ന കണ്ണാകുന്ന അനുഗ്രഹത്തെ കണ്ടുകൊണ്ട് മനുഷ്യരെ മാനവനെ മനിതനെ, എന്റെ അനുഗ്രഹത്തെ കണ്ണുകൊണ്ട് നീ കാണടാ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഒട്ടകത്തെ ഒന്നും നോക്കുന്നില്ല. നമുക്കറിയാം, ഒട്ടകം മരുഭൂമിയിലെ കപ്പലാ. ഒരു ജീവിയായ ഒട്ടകം കത്തിജ്വലിക്കുന്ന ഭീമാകാരമായ തീനാളത്തിന്റെ നടുവിലായി മരുപ്രദേശത്തിൽ കൂടി നടന്നു നീങ്ങുന്ന ഒട്ടകം എന്ന സുന്ദരമായ അള്ളാഹുവിന്റെ ജീവി. ഒരൊറ്റ ചിന്ത മതി. സൂര്യന്റെ തൊട്ടുകീഴിലായി കിടന്നുറങ്ങുന്ന ഒരു ഒട്ടകം, ആ ഒട്ടകത്തിന്റെ ശരീരത്തിന്റെ ചർമാവരണം, അതിന്റെ തൊലിയുടെ ശക്തി, സൂര്യനിൽ നിന്നും സംരക്ഷണമേകാൻ ഒട്ടകത്തിന്റെ കഴുത്തിന് അള്ളാഹു നീട്ടം കൊടുത്തിരിക്കുകയാണ്. ഒരൊട്ടകം കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു മനുഷ്യൻ പോയി കിടന്നാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് അവൻ കത്തി വെണ്ണീറായി തീരും. എന്നാൽ ഒരു ഒട്ടകം മണിക്കൂറുകളോളം സൂര്യന്റെ തൊട്ടുകീഴിലായി കിടന്നുറങ്ങുമ്പോ അതിന് അള്ളാഹു നൽകിയിരിക്കുന്ന ആ കഴുത്തുപയോഗിച്ച് സൂര്യനിൽ നിന്നും അതിന് പ്രതിരോധം ഏറ്റെടുത്തിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ ഒരൊറ്റ കാര്യം മതി. ഒട്ടകത്തെ അവരൊന്നും നോക്കുന്നില്ലേ? ഒട്ടകത്തെ അവരൊന്നും നോക്കുന്നില്ലേ? വിശുദ്ധമായ ഖുർആൻ സൂറത്തെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സൂറത്തുൽ ഗാശിയ ഖുർആൻ പറയുക, അള്ളാന്റെ അനുഗ്രഹത്തെ പറ്റിയ മനുഷ്യരെ, കണ്ണുള്ള നിനക്ക്, കാഴ്ചയുള്ള നിനക്ക് നീ എന്റെ അനുഗ്രഹത്തെ നീ കാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാതെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് അതിന്റെ ആയത്തിനെ പരിഹസിച്ച് കളിയാക്കുന്ന സലീംകുമാറിന്റെ സിനിമയും കണ്ട് വിശുദ്ധമായ ഖുർആന്റെ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന കോമഡി തരംഗങ്ങളായി മാറുന്ന സൂപ്പർ സ്റ്റാറുകളുടെ എന്ന പേരിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെ പരിഹസിച്ചുകൊണ്ട് അതിന് അർത്ഥം വയ്ക്കുമ്പോ, ഒട്ടകത്തിന്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിക്കുമ്പോ അതൊരു കോമഡി ഷോകളായി മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ് നീ ഒട്ടകത്തിലേക്ക് നോക്ക്, അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാ? ഇവിടെയാ അള്ളാഹുവിന്റെ അനുഗ്രഹം. ഏ നബി അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുക. എന്റെ അനുഗ്രഹത്തെ അവർ കണ്ടിട്ട് ആ അനുഗ്രഹം മനസ്സിലാക്കി അവർ ഞാനുമായി അടുത്തുകൊള്ളട്ടെ. അവന്റെ കാഴ്ചശക്തി ഞാൻ എടുത്ത് കളയുന്നതിന് മുമ്പായി അവൻ എന്നോട് തൗബ ചെയ്തു കൊള്ളട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയെ, മതത്തിൽ നിർബന്ധം വേണ്ട, യാതൊരു ബലാത്കാരവും വേണ്ട. ആരെയും മതത്തിലേക്ക് ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല നബിയെ. ആരെയും പീഡിപ്പിക്കേണ്ട നബിയെ, ആരെയും ഉപദ്രവിക്കേണ്ട നബിയെ. അള്ളാഹുവിന്റെ അനുഗ്രഹം അവർ കണ്ടു മനസ്സിലാക്കിക്കൊള്ളട്ടെ. ത്വമേകം വരണ്യം ത്വമേകം ശരണ്യം ത്വമേകം ജഗത്കാരണം
ത്വമേകം വിശ്വരൂപം. ഹൈന്ദവ ദർശനത്തിന്റെ ദാർശനിക അധ്യായം പഠിപ്പിക്കുകയാണ്. ത്വമേകം വരണ്യം, ത്വമേകം ശരണ്യം, ത്വമേകം ജഗത്കാരണം, ത്വമേകം വിശ്വരൂപം. പടച്ച തമ്പുരാനെ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നെ മാത്രം സുജൂദ് ചെയ്യുന്നു, നിന്നെ മാത്രം ഞങ്ങൾ വണങ്ങുന്നു എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ അമ്പലത്തിൽ പോയി പടച്ച തമ്പുരാനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ലോകത്ത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ഒറ്റൊരു ഇലാഹിനെ സാധിക്കുകയുള്ളൂ ഈ ലോകത്തെ സൃഷ്ടിക്കാൻ, ഈ മനുഷ്യന് കണ്ണ് നൽകാൻ. ഇവിടെ മതാന്തതയുടെ പേരിൽ വർഗീയ സ്പർദ്ധയുണ്ടാക്കി കലാപങ്ങൾ സൃഷ്ടിക്കാൻ യാതൊരു മതവും പറയുന്നില്ല. ഒരു ഹൈന്ദവ മതവും പഠിപ്പിക്കുന്നില്ല, ഒരു ക്രൈസ്തവ മതവും പഠിപ്പിക്കുന്നില്ല, ഒരു വിശുദ്ധ ഇസ്ലാമും പഠിപ്പിക്കുന്നില്ല. പരസ്പരം മതങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കാൻ, പ്രശ്നകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ജാതി മതദ്വേഷ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. കേരളത്തെ പറ്റി പറയുകയാ. വളരെ സ്നേഹത്തോടെ, വളരെ സാഹോദര്യത്തോടെ, വളരെ മാനവ മൈത്രിയുടെ ഒരു സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം. എത്രയോ ഹൈന്ദവ ദർശനത്തിന് വേണ്ടി ശബരിമല നട കയറാൻ എത്രയോ അയ്യപ്പന്മാർ നമ്മുടെ എരുമയിൽ കൂടി നടന്നു നീങ്ങുമ്പോ, വാഹനങ്ങളിൽ ആയി പോകുമ്പോ എത്രയോ അപകടം നടന്നവരെ ശുശ്രൂഷിക്കാൻ വിശുദ്ധ ഇസ്ലാമിന്റെ ചെറുപ്പക്കാർ അണിനിരക്കുന്നു. എത്രയോ മുസ്ലിം വീടുകൾ അവർക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറാകുന്നു. ഇവിടെയാണ് മതമൈത്രിയോട് മതസ്നേഹം പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഇസ്ലാം. നബിയെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നന്നായി മനസ്സിലാക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ സ്നേഹ സദസ്സിലേക്ക് ഇസ്ലാമിന്റെ വിപ്ലവാധിഷ്ഠിത അഭിവാദ്യം. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം. നബിയെ, യാതൊരു ബലാത്കാരവും വേണ്ട, അവരൊന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. അവരെന്നിട്ട് ഞാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ പറ്റി മനസ്സിലാക്കി പടച്ച തമ്പുരാനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, സുജൂദ് ചെയ്യാൻ അവർ തയ്യാറായിക്കൊള്ളട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇതെല്ലാം ഞാൻ ചെയ്ത അനുഗ്രഹമാണെങ്കിൽ, എന്റെ കണ്ണുകൊണ്ട് അനുഗ്രഹം കണ്ടിട്ടും അത് മനസ്സിലാക്കാത്ത മനുഷ്യനാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് ഞാൻ കണ്ണുകൾ